കടൽ സഞ്ചാരികൾക്കും വിമാനയാത്രികർക്കും പേടി സ്വപ്നമായി. മരണവും നിഗൂഢതയും അനന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രദേശം. കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഇടം. റേഡിയോകൾ നിശ്ചലമാകുന്ന, വടക്ക് നോക്കി യന്ത്രങ്ങൾ വട്ടം കറങ്ങുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായ ഇടം. അതെ, അറ്റ്ലാന്റിക്കിലെ ബെർമുഡ ട്രയാങ്കിൾ. ഡെവിൾസ് ട്രയാങ്കിൾ എന്നും ഇതിനൊരു വിശേഷണമുണ്ട്. നിരവധി കപ്പൽ വിമാനയാത്രക്കാർക്ക് ദൗർഭാഗ്യം മാത്രം സമ്മാനിച്ചതുകൊണ്ടായിരിക്കാം ദൗർഭാഗ്യ കടൽ എന്നും ഇവിടം അറിയപ്പെട്ടത്. തീർന്നില്ല. അറ്റ്ലാന്റിക് ഗ്രേവിയാർഡ്, ദുർവിധിക്കടൽ, നഷ്ടങ്ങളുടെ ഇടം, മരണത്തിൻ്റെ ട്രയാങ്കിൾ എന്നിങ്ങനെ ബെർമുഡയ്ക്ക് വിശേഷണങ്ങൾ ഏറെയുണ്ട്. ഈ വിളിപ്പേരുകളിൽ നിന്നറിയാം എത്രമാത്രം അപകടകാരിയാണ് ഈ കടൽ പ്രദേശമെന്ന്. 1964 അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാഡിസാണ് ഈ പ്രദേശത്തിന് ബെർമുഡ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത്. വടക്കേ അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്ത് നിന്ന് തെക്ക് ക്യൂബ, പ്യൂട്ടോറിക്ക, ബെർമുഡ ദ്വീപുകൾ എന്നിവയുടെ മധ്യത്തിലാണ് ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്ക, യൂറോപ്പ്, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ മിക്ക കപ്പൽ യാത്രകളും വ്യോമസഞ്ചാരങ്ങളും ബെർമുഡയിലൂടെയാണ്. ഓരോ തവണയും ഇതുവഴി യാത്ര ചെയ്ത വിമാനങ്ങളും കപ്പലുകളും അപകടത്തിൽപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ 75 വിമാനങ്ങളും 100-ലേറെ കപ്പലുകളും 1000-ലേറെ മനുഷ്യന്മാരും ബെർമുഡ ട്രയാങ്കിളിനടുത്ത് വെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക്. വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെടുക്കാനായിട്ടില്ല. 15-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബെർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത്. ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്കു നോക്കി യന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങുന്നതായും കൊളംബസ് യാത്രാ വിവരണത്തിൽ പറയുന്നു. 1918 മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് പോവുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് കപ്പൽ ബെർമുഡ ട്രയാങ്കിൾ വെച്ച് ദുരൂഹമായി കാണാതാവുന്നതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത്. 309 പേരുണ്ടായിരുന്ന കപ്പലിനെ കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല. അപകട സൂചനകളൊന്നും കപ്പൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. ബെർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം 2016 കൊളറാഡോ സർവകലാശാല നടത്തിയ പഠനമാണ്. ബെർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഹെക്സഗൺ രൂപത്തിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവയ്ക്ക് മണിക്കൂറിൽ 170 മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു. ഹറിക്കെയിൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് 45 അടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനും ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബെർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും കൊളറാഡോ ശാസ്ത്രജ്ഞർ പറയുന്നു. ബെർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റി ധാരാളം കഥകൾ പ്രചരിക്കുന്നുണ്ട്. അന്യഗ്രഹജീവികൾ ഇതുവഴി പോകുന്ന കപ്പലുകളും വിമാനങ്ങളും തട്ടിക്കൊണ്ടു പോകുന്നതാണെന്നും അന്യഗ്രഹജീവികളുടെ ലോകത്തേക്കുള്ള വാതിലാണെന്നും തുടങ്ങി നിരവധി സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ബെർമുഡ ട്രയാങ്കിളിനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളും കോൺസ്പിറസി തിയറീസും നിരവധിയുണ്ട്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.